ഒരു ആക്ടിങ് ക്യാമ്പ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. സ്റ്റേറ്റ് എനിക്ക് എഡിറ്റിംഗിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം, പക്ഷെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ടൊരു ആക്ടിങ് ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം റെസ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഒരു ടീമുണ്ട്, രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് ഇത് ചെയ്യുന്നതൊക്കെ, ഫാക്കൽറ്റി ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾക്ക് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ നമ്മളുടെ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റലി ഉള്ള മെച്യൂരിറ്റി ഒക്കെ അതിൽ നിന്ന് ലിഫ്റ്റ് ആവുന്നതായിട്ട് എനിക്ക് അതിന് മുമ്പേ തോന്നിയിരുന്നു. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അത് ഞാൻ പ്രേമലുവിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, ബ്രൊമാൻസിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, ബേബി ഗേളിന് മുമ്പ് അറ്റൻഡ് ചെയ്തു. ഇത് സമയം വെച്ചിട്ടാണ് ആക്ച്വലി. പക്ഷേ എഗെയിൻ അതിൽ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 തവണയും നമ്മൾ പ്രാക്ടീസ് ചെയ്തത് സെയിം ആണ്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന അതിൻ്റെ ഔട്ട്പുട്ട്സും റിയലൈസേഷൻസും പ്രാക്ടീസസും എല്ലാം പുതിയതായിരുന്നു. അപ്പം അതുകൊണ്ട് സെയിം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലൈക്ക് ഒരു എക്സസൈസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആക്ടിങ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഓരോ സിനിമയ്ക്ക് മുന്നേയും പോകുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയ്ക്ക് മുമ്പ് എന്നുള്ളത് അങ്ങനെ നടക്കൽ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി, നമ്പർ ഓഫ് സിനിമകൾ കൂടിയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ റസയിൽ പോവാറുണ്ട്. റസ എന്ന് തന്നെയല്ല, ഏത് സ്ഥലങ്ങളിലെ ഏത് ഇതുപോലത്തെ ക്യാമ്പുകളാണെങ്കിലും അവർ നമ്മളെ കുറച്ചും കൂടി എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്യും. ഒരു നല്ല പരിപാടിയായിരിക്കും തോന്നുന്നു. ഈ നമ്മൾ ഹൃദയപൂർവ്വത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സിനിമ പറയുന്ന സംഭവം? എന്താണ് ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല ട്രെയിലർ. ഒരു പക്ക നമുക്ക് ചിരിക്കാനുള്ള സാധനം എന്നുള്ളത് അപ്പുറം വേറെ ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനിപ്പോൾ അനുവാദമുള്ളതാണ്. പക്ഷെ ഭയങ്കര ചിരിയിലൂടെ ആയിരിക്കും ഓരോ സീക്വൻസസും മുമ്പോട്ട് പോകുന്നത്. നമ്മളുടെ വിൻറ്റേജ് ലാലേട്ടൻ്റെ കുറേ രസങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ സത്യൻ സാറിൻ്റെ സിനിമ കാണുമ്പോൾ അവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു പോകുന്നു എന്നതിനേക്കാൾ സത്യൻ സാറിന്റെ സിനിമ കാണുന്നതാണ് നമുക്ക് സന്തോഷം. അവിടെ നമുക്ക് പുതിയത് കിട്ടിയാലായിരിക്കും നമുക്ക് ഇത് വേണ്ടതൊക്കെ പഴയത് മതി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാലഘട്ടത്തിന്റെയും അല്ലെങ്കിൽ നമ്മൾ വന്നേക്കുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ ആയിട്ടുള്ള കുറെ പ്ലേസ്മെന്റുകളുടെ വ്യത്യാസം മാത്രമാണ്. അതല്ലാതെ ആ സിനിമയിൽ ആ ഇമോഷൻസും ആ രസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ സത്യൻ സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പും പറയുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന മനസ്സിനക്കരയൊക്കെ. അപ്പോൾ മനസ്സിനക്കര ഇഷ്ടമുള്ള നമ്മൾക്ക് അങ്ങനത്തെ സിനിമ, സത്യൻ സാറിന്റെ സിനിമകൾ ഇഷ്ടമുള്ള നമ്മൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന സിനിമയായിരിക്കും. ഈ സത്യൻ സാറിന്റെ സിനിമകളുടെ പ്രത്യേകത കൂടുതലും ഗ്രാമമായിരിക്കും. അതിൻ്റെ അത് നോർമലി നമ്മൾ കണ്ടിട്ടില്ല, റെയർ ആയിട്ട് അല്ലാതുള്ള സിനിമകൾ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഇതിൽ കുറച്ചുകൂടെ ടൗൺ ഏരിയയിലേക്കാണ് കഥയുടെ പശ്ചാത്തലം വരുന്നത്. അതുപോലെ സാറിന്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിട്ടിരുന്ന ഒരുപാട് പേര് നമ്മളുടെ കൂടെ ഇല്ല. അവരൊക്കെ പോയതിനു ശേഷം സാറ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ അവരെ ഒരുപാട് പേര് ഇപ്പൊ KPS ലളിതാമ്മ, ഇന്നസെന്റ് സാറ്, മാമുക്കോയ സാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ ഒപ്പം ഇല്ല. അപ്പൊ ആ ഒരു ഫ്രെയിമിൽ നിന്നൊക്കെ അവരൊന്നും ഇല്ലാതെ ഒരു ഫ്രെയിം ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷെ ഒരു മലയാളി സാറിന്റെ സിനിമയിൽ കാണുന്നത്. ഇപ്പൊ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കഥ പറയാവുന്ന അത്രയും പറഞ്ഞു. പക്ഷെ എനിക്ക് ചോദിക്കുന്നത് ഈ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് ഇമോഷൻസിലായിരിക്കും നമ്മൾ ഇറങ്ങുന്ന തിയേറ്ററിൽ നിന്ന്? ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ഏറ്റവും എളുപ്പമുള്ള ഉത്തരവാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളിപ്പോൾ കാണാൻ ആഗ്രഹിക്കും. എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ എന്നോട് എന്താണ് ഇപ്പോൾ പ്ലാൻ ചെയ്യണമെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു ഭയങ്കര ഒരു രസമുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ ഇപ്പോൾ ഭയങ്കര ആവശ്യമായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലോ തിയേറ്ററിൽ. അത് ഭയങ്കര അതിന് വെർത്തായിട്ടുള്ള സിനിമ തന്നെ ആയിരിക്കും. ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിപ്പോരാൻ പറ്റും. പിന്നെ ഇവരൊക്കെ നമ്മൾ മിസ് ചെയ്യും എന്നുള്ളത് മാത്രമായിരിക്കും അതിലെ ഒരു വിഷമമുള്ളൊരു കാര്യം. ബാക്കിയെല്ലാം ഭയങ്കര സന്തോഷമുള്ള കുറേ മൊമെൻറ്റ്സും ലാലേട്ടനെയും എല്ലാവരെയും കണ്ട് നല്ല പാട്ടുകളുണ്ട്, നല്ല രസമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മൊമെൻറ്റ്സ് ഉള്ള പടമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ കണ്ട ഏറ്റവും നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്ലഹേം കുടുംബശ്രീ യൂണിറ്റിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് ആക്ച്വലി അതില് അഭിനയിക്കുന്നുണ്ടാവുന്നതാണ്. എഡിറ്റ് ചെയ്യാനല്ല, ആകാശേട്ടനാണ് എഡിറ്റ് ചെയ്യുന്നത്, പ്രേമലുവിന്റെ തന്നെ. ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പോൾ അതും രസമുള്ള പടങ്ങളായിരിക്കും, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഈ ആഫ്റ്റർ ഹൃദയപൂർവ്വം എങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യുന്നത്? ഹീറോ ആയിട്ട് തന്നെ ആയിരിക്കുമോ? കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഒരു കരിയറിൻ്റെ യാത്ര നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പും സംഗീതം മുകളിലേക്കാണ് വെച്ചിട്ടുള്ളൂ. ഒരു പിന്നിലേക്ക് പോകുന്ന ഒരു ഇതുണ്ടായിട്ടില്ല, ഒരു ഫെയിലിയർ അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും വന്ന് ബാധിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും ഒരു പ്ലാനിങ് വരുന്നത് ഇനി അങ്ങോട്ട്? ഇപ്പൊ 2 ഹീറോ ആയിട്ടൊരു പടം വരുന്നുണ്ട്. ഹീറോ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു തീരുമാനമില്ല.
ഏറ്റവും മെയിനായിട്ട് എൻ്റെ ക്യാരക്ടറിന് കഥയിലൊരു ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ചെയ്യാനുണ്ടാകുന്ന ഒരു കഥയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സ്റ്റെപ്പ് മുകളിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ചില സിനിമകളിൽ നമ്മൾ ഹീറോ ആയിട്ട് നമ്മൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. ഞാനതാ പറഞ്ഞ ഈ 2 സിനിമകളും സെലക്ട് ചെയ്ത പോലും ഞാൻ എൻ്റെ മുമ്പ് ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ എന്ത് ക്രൈറ്റീരിയ ആണോ ഞാൻ നോക്കിയിരുന്നത്, എൻ്റെ ക്യാരക്ടറിന് എന്താണ് ചെയ്യാനുള്ളത് അത് മാത്രമാണ്. അത് തന്നെയായിരുന്നു ഈ 2 സിനിമകളിലും എന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന റീസൺ. ഇനി അങ്ങോട്ടേക്കും അത് തന്നെയാണ്. ഞാൻ ക്യാരക്ടർ റോൾസും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചൂസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴും ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും ഇതിന് ശേഷമൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നായകൻ ആവുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്ന് നായകനാവുക എന്ന് പറയുന്ന ഒരു മാർക്ക് ഇടുന്നതിനേക്കാൾ നല്ല സിനിമകൾ ചെയ്യുക, നല്ല മാർക്കുകൾ ഉണ്ടാക്കുക, സ്ലോ ആണെങ്കിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഭയങ്കരമായിട്ട് ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നല്ലോണം താഴെ വീണിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നത്. അതുകൊണ്ട് വലിയ പേടിയുണ്ട്. എന്നാൽ കൂടി അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പേടിയേക്കാൾ അതൊരു ആളുകളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. ഇനിയും ആളുകളുടെ ഇഷ്ടം കളയരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതലുള്ളത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പ്രിപ്പയർഡാണ്, ഫെയിലിയറിന് പ്രിപ്പയർഡാണ്. ഈ താഴെ വീണിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് പ്രേമല് മുമ്പ് ചെയ്തതെല്ലാം പാളി, ഓൾമോസ്റ്റ് എല്ലാം പാളിപ്പാളി തന്നെ വന്നുകൊണ്ടിരുന്നത്. അതിനു മുമ്പുള്ള എൻ്റെ ലൈഫ് അങ്ങനെ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് അധികം നോട്ട് ചെയ്യപ്പെടാത്തത്. വരാൻ പോകുന്ന ഫെയിലിയേഴ്സ് ആയിരിക്കും ആളുകൾക്ക് അറിയാം. മുന്നേ എത്ര സിനിമകൾ ചെയ്തു? ഞാൻ എഡിറ്റ് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ട് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് ഇതുപോലെ ഫെയിലിയറിനോട് ഒട്ടും റിസീവിങ് അല്ലാതെ റിസെപ്റ്റീവ് ആവാതെ ആയിരുന്നു ഞാൻ നിന്നിരുന്നത്. പറഞ്ഞാൽ അത്രയും നമ്മുടെ എഫേർട്ട് കൂടുന്തോറും നമ്മുടെ ആഗ്രഹം കൂടുന്നു, ഫെയിലിയർ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ മുമ്പ് ചെയ്ത പല സിനിമകളും പല രീതിയിൽ ഫെയിലിയേഴ്സ് ആയിരുന്നു. ഒന്നല്ലെങ്കിൽ ബോക്സ് ഓഫീസ്, അല്ലെങ്കിൽ റിസൾട്ട് വൈസ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എൻഡ് ഓഫ് ദ ഡേ റിലീസ് കഴിയുമ്പോൾ സന്തോഷം കിട്ടാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിലായി ഇതാണ് പരിപാടി. പിന്നിപ്പോൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണെങ്കിലും എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞാൻ നമ്മളറിയുന്നവർക്കൊക്കെ തന്നെ ഈ ഫെയിലിയേഴ്സിലും സക്സസ്സിലും ഭയങ്കര വ്യത്യാസമുണ്ട്. എന്തില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു വന്നതുകൊണ്ട് ഇനി ഓൾറെഡി പുറകെ നിന്ന് വന്നതുകൊണ്ട് പുറകിലോട്ട് ഇടയ്ക്കൊക്കെ പോകാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ ആരായിട്ടാണ് ശരിക്കും? അത് ഞാൻ ഹോം നേഴ്സ് ആയിട്ടാണ് ലാലേട്ടൻ്റെ. ഇപ്പൊ ആരോ പറയുന്നതായിട്ട് മറ്റേ അല്ല വേണ്ട പറയുന്നില്ല. ഹോം നേഴ്സ് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ മെയിൻ പരിപാടി. അപ്പൊ അതുപോലെ ഒരു ഫ്രണ്ടായിട്ട് പോലെയാണ് പിന്നീട് അങ്ങോട്ടേക്ക് വരാൻ സാധ്യത. അപ്പം ഇത്രയും ഹിറ്റുകൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഡയറക്ഷൻ കുറച്ച് പതുക്കെയുള്ളൂ. അതെ അതെ അതെ, സേഫ് സോൺ ഇപ്പൊ പോവാണ്. ഇനി തൽക്കാലം ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കണം എന്തായാലും. അതെ അതെ, അതുകൊണ്ട് ഇനിയിപ്പം ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ. അടുത്തൊരു വർഷം പകുതി വരെയൊക്കെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണം. അതിന്റെ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്ലാന്റെ കാര്യം നേരത്തെ ചോദിച്ചില്ല എങ്ങനെ വരും എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളും ഇനി വരാനിരിക്കുന്ന സിനിമകളും കഴിഞ്ഞാലേ അതെനിക്ക് പോലും ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ പോകണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ. ബാക്കി ഈ പറഞ്ഞ സിനിമകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാ സിനിമകൾക്കും ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ തന്നെ. അതാണ് അധികം നമ്പേഴ്സ് എടുക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട്. ഇതിലിപ്പോൾ റിസൾട്ട് എന്താണെങ്കിൽ പോലും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ ഇൻറ്റൻഷൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പം ചെയ്ത സിനിമകളും ഇനി വരാനുള്ളൊരു 3-4 സിനിമകളും. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഹൃദയപൂർവ്വം സംഗീത് പ്രതാപ് എന്നുള്ള രീതിയിലേക്ക് ഇനി അങ്ങ് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. തുടർന്നെല്ലാം മുന്നാവട്ടെ. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്.